നമുക്കൊരു കഥ പറഞ്ഞു തുടങ്ങാം. സച്ചിൻ ടെണ്ടുൽക്കറിന്റെ മകൻ നിങ്ങൾക്ക് എല്ലാവർക്കും സുപരിചിതനായിരിക്കും അല്ലേ? അദ്ദേഹം ഒരു IPL കളിയിൽ വെച്ചിട്ട് ഇടയ്ക്ക് വെച്ച് മൂക്കിനകത്ത് ഇങ്ങനെ വിരലിടുകയും എന്നിട്ട് അതറിയാതെ വായിലേക്ക് ഇടുകയും ചെയ്യുന്ന ഒരു ക്ലിപ്പ് വളരെ വൈറലായി എല്ലാവരും കണ്ടിട്ടുണ്ടാവും. നിങ്ങളും എല്ലാവരും കണ്ടിട്ടുണ്ടാവും അല്ലേ? അപ്പോൾ അന്ന് സോഷ്യൽ മീഡിയയൊക്കെ ഭയങ്കരമായിട്ട് ചർച്ച ചെയ്തൊരു വിഷയമാണിത് അല്ലെ? മൂക്കിൽ കൈയിട്ടിട്ട് വായിലേക്ക് ഇടുന്ന ആ ഒരു പ്രക്രിയ അല്ലേ? അന്ന് പക്ഷെ കുറേ പേര് ആ ഒരു കാര്യത്തെ കണ്ടത് ഒരു കുട്ടി അങ്ങനെ ചെയ്യുന്നത് പോലെയാണ് അല്ലേ? നമ്മുടെയൊക്കെ മക്കൾ ചെറിയ പ്രായത്തിൽ അതൊക്കെ ചെയ്യാറുണ്ട്. നമുക്കൊരു 3 വയസ്സ് 4 വയസ്സൊക്കെയുള്ള കുട്ടികളാണെങ്കിൽ തീർച്ചയായിട്ടും അവരങ്ങനെ ചെയ്യാറുണ്ട് അല്ലേ? എന്റെ കുഞ്ഞ് തീരെ ചെറുതായിരിക്കും, എന്റെ കുഞ്ഞ് മാത്രമല്ല എല്ലാവരും ചെയ്യാറുണ്ട്. കാലിലെ വിരൽ ഇങ്ങനെ വായിലിടുമായിരുന്നു, പലരും ചെയ്യുന്നുണ്ട്. അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങളുണ്ട്. അപ്പൊ ഇങ്ങനെ ഈ ഒരു സച്ചിൻ ടെണ്ടുൽക്കറിന്റെ മകൻ ഇങ്ങനെ ഈ ഒരു കാര്യം ചെയ്തപ്പോൾ അത് ഭയങ്കര വൈറലാവുകയും അത് സോഷ്യൽ മീഡിയ കംപ്ലീറ്റ് ആസ്വദിക്കുകയും ആഘോഷിക്കുകയും ചെയ്തൊരു കാര്യമാണ്. ആ ഒരു തെറ്റ് ചൂണ്ടിക്കാണിക്കുക എന്നുള്ളൊരു കാര്യം അല്ലേ? അപ്പോൾ അന്നാണ് ഈ ശരിക്കും പറഞ്ഞാൽ ഈ അർജുൻ ടെണ്ടുൽക്കറിന്റെ ഈ ഒരു വിസിബിലിറ്റി ഭയങ്കരമായിട്ട് അങ്ങ് കൂടിയെന്ന് എനിക്ക് തോന്നുന്നു. അപ്പൊ അതിനുശേഷം ഒരുപാട് പേര് അർജുൻ ടെണ്ടുൽക്കറിനെ കുറിച്ച് ചർച്ച ചെയ്യാൻ തുടങ്ങി ഒക്കെയാണ്. അപ്പൊ എനിക്ക് തോന്നുന്നു അന്ന് IPL മുംബൈ ടീമിന് വേണ്ടിയിട്ട് കളിക്കുമായിരുന്നു ഈ അർജുൻ ടെണ്ടുൽക്കർ എന്ന് പറയുന്നത്. അപ്പൊ നമുക്ക് അങ്ങനെയാണ് ഈ അർജുൻ ടെണ്ടുൽക്കറെ അറിയാം അല്ലേ? ഇപ്പോഴും നമുക്ക് പറയുമ്പോഴെന്താണ്, ഞാൻ പോലും ഇത് തുടങ്ങിയത് സച്ചിൻ ടെണ്ടുൽക്കറിന്റെ മകനായ അർജുൻ ടെണ്ടുൽക്കർ എന്നുള്ള രീതിയിലാണ്. അപ്പൊ നിങ്ങൾക്ക് എന്ത് തോന്നുന്നു? ഇവരൊക്കെ അറിയപ്പെടുന്നത് ഇവരുടെ വളരെ സക്സസ്ഫുൾ ആയ ഇവരുടെ അച്ഛന്റെ പേരിലാണ്. മറ്റൊരാൾ കൂടിയുണ്ട്, ആര്യൻ ഖാൻ. അതും നിങ്ങൾക്ക് അറിയാമായിരിക്കും. ചില കുപ്രസിദ്ധമായ ചില കേസുകളൊക്കെ പുള്ളിക്കാരന്റെ പേരിൽ വന്നിട്ട് വളരെ ഫേമസ് ആയിട്ടുള്ള ഒരാളാണ് ആര്യൻ ഖാൻ, ഷാറൂഖ് ഖാന്റെ മകൻ. ഇന്ത്യയിലെ തന്നെ വളരെ ഫേമസ് ആയിട്ടുള്ളതും വളരെ സക്സസ്ഫുൾ ആയിട്ടുള്ളതും ലോകമെമ്പാടും അറിയുന്ന ഒരു വളരെ ഫേമസ് വ്യക്തിയാണ് ഷാറൂഖ് ഖാൻ, അദ്ദേഹത്തിന്റെ മകൻ. അന്നും ഈ കാര്യങ്ങളൊക്കെ വന്നപ്പോഴത്തേക്കും അത് ഷാറൂഖ് ഖാന്റെ മകൻ ഇന്നൊരു കേസിലുണ്ടായി, ഇന്ന ഒരു ഡ്രഗ് കേസിൽ പെട്ടു എന്നൊക്കെയുള്ള രീതിയിലുള്ള കാര്യങ്ങളാണ് നമ്മൾ കേട്ടത്. അപ്പൊ ഈ ആദ്യം ഞാൻ പറഞ്ഞതുപോലെ ഇവരെല്ലാവരും ഇവരുടെ വളരെ സക്സസ്ഫുൾ ആയിട്ടുള്ള അച്ഛന്റെ പേരിൽ, അല്ലെങ്കിൽ മറ്റു പല നടിമാരുടെ മക്കൾ, അവരൊക്കെ എന്താ പറയാ, ഇപ്പൊ ഹേമ മാലിനിയുടെ മക്കൾ, അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് ഇവരൊക്കെ അറിയപ്പെടുന്നു. അപ്പോൾ പക്ഷെ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ, സച്ചിൻ ടെണ്ടുൽക്കറിന്റെ മകൻ ക്രിക്കറ്റ് കളിക്കുന്നു, അതുപോലെ ആര്യൻ ഖാന്റെ സിനിമയിലുള്ള അവസരങ്ങൾ, അങ്ങനെയൊക്കെയുള്ള കാര്യത്തിൽ എന്തുകൊണ്ടാണ് ഇവരുടെ അച്ഛന്മാരെ പോലെ സക്സസ്ഫുൾ ആവാത്തത്? അല്ലെങ്കിൽ ഇവരുടെ പാരൻസിനെ പോലെ ഈ ഒരു നെപ്പോ കിഡ്സ് എന്തുകൊണ്ടാണ് സക്സസ്ഫുൾ ആവാത്തത്? ലോകത്തിലെ തന്നെ ഏറ്റവും മികച്ച കോച്ചസ് ഇവർക്ക് കിട്ടില്ലേ? അതുപോലെ തന്നെ കോടികളുടെ സമ്പാദ്യം ഇവർക്കില്ലേ? ഉണ്ട്. അപ്പൊ ഇത്തരത്തിലുള്ള എല്ലാ സൗകര്യങ്ങളും ഉണ്ടായിട്ടും എന്തുകൊണ്ടാണ് ഇവരുടെ ഈ മക്കൾ, നമ്മൾ കൃത്യമായിട്ട് പറഞ്ഞാൽ ഈ നെപ്പോ കിഡ്സ് അല്ലെ, ഈ നെപ്പോ കിഡ്സ് എന്തുകൊണ്ട് സക്സസ്ഫുൾ ആയില്ല? നിങ്ങൾക്ക് തോന്നുന്നില്ലേ അതിന് പിന്നിൽ ഒരു ബാഡ് പാരന്റിങ് കൊണ്ടിട്ടായിരിക്കുമോ? അല്ലെങ്കിൽ അവരുടെ ആഡംബരമായ ജീവിതം, ഈ ഒരു ലൈഫ് സ്റ്റൈൽ ഒക്കെ അവർക്ക് ഉള്ളത് കൊണ്ടിട്ടായിരിക്കുമോ ഇവർക്ക് രക്ഷപ്പെടാൻ പറ്റാതെ പോയത്? ഇല്ലെങ്കിൽ അച്ഛന്മാരുടെ ഈ ഒരു പ്രഷർ കാരണമാണോ ഇവർക്ക് കുറച്ചൊക്കെ അവസരങ്ങൾ കിട്ടിയിട്ടും അത് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റാതിരുന്നത്? അപ്പൊ ഈ വീഡിയോയിൽ നമുക്ക് അതിനെക്കുറിച്ച് കൂടുതലായി സംസാരിക്കാം. എല്ലാ സാഹചര്യങ്ങളും ഉണ്ടായിട്ടും ജീവിതത്തിൽ സക്സസ്ഫുൾ ആകാൻ കഴിയാതെ പോയ കുട്ടികളെ കുറിച്ച്. പലരും വിചാരിക്കുന്നത് പണവും പ്രശസ്തിയും ഒക്കെ ഉണ്ടെങ്കിൽ നമുക്ക് നമ്മുടെ മക്കളെ നമ്മൾ ഉദ്ദേശിക്കുന്ന എല്ലാ സ്ഥാനത്തേക്കും നമുക്ക് കൊണ്ടെത്തിക്കാൻ കഴിയും, അവർക്ക് ആവശ്യമുള്ളതെല്ലാം നേടിക്കൊടുക്കാൻ കഴിയും എന്നൊക്കെ. പക്ഷെ നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ അത് നടക്കുമെന്ന്? അങ്ങനെ നടക്കുമായിരുന്നെങ്കിൽ ഈ ഷാറൂഖ് ഖാന്റെ മോനും അതുപോലെ തന്നെ സച്ചിൻ ടെണ്ടുൽക്കറിന്റെ മോനും ഹേമ മാലിനിയുടെ മക്കളും ഒക്കെ വളരെ വളരെ വലിയ വലിയ പൊസിഷനുകളിൽ എത്തേണ്ടവരല്ലേ? പക്ഷെ ഇവർക്കത് സാധിച്ചോ? തീർച്ചയായിട്ടും നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കൂ. അമിതമായ പണവും പ്രശസ്തിയും അതുപോലെ നെപ്പോ കിഡ് എന്നുള്ളൊരു മുദ്രയും ഒരിക്കലും ആരെയും ഒരു സക്സസ്ഫുൾ ആയിട്ടുള്ള ഒരു കരിയർ കൊണ്ടുപോകാനോ അല്ലെങ്കിൽ ജീവിതത്തിൽ സക്സസ്ഫുൾ ആവാനോ അവർക്ക് കഴിയണം എന്നില്ല. അതിന് തീർച്ചയായിട്ടും അവർക്ക് ടാലന്റ് എന്ന് പറയുന്ന ഒരു കാര്യം അത്യാവശ്യമാണ്. ടാലന്റ് മാത്രം പോരാ, അവർക്ക് ഹാർഡ് വർക്കിംഗ്, അവർക്ക് ഇതൊക്കെ പഠിക്കണം, ഇതിനു വേണ്ടി അവർക്ക് എന്തെങ്കിലും ചെയ്യണം എന്നുള്ള അവരുടെ ഒരു ഉൾവിളി അവർക്കുണ്ടാവണം. അപ്പൊ അത്തരത്തിലുള്ളൊരു കാര്യങ്ങൾ അവർക്കൊരു പാരന്റിങ്ങിലൂടെ അവർക്ക് ലഭിച്ചാൽ മാത്രമേ
ഈ കുട്ടികൾ സക്സസ്ഫുൾ ആവുകയുള്ളൂ. ഇല്ലെങ്കിൽ അവർക്ക് ലഭിച്ച ആഡംബര ജീവിതവും അവർക്ക് ഇങ്ങനെ ചിന്തിച്ചൂടെ, ഞാൻ ഓൾറെഡി ജനിച്ചത് ഇത്രയും വലിയൊരു സ്റ്റാർഡമിലാണ്. അപ്പോൾ ഇത്തരത്തിൽ ജനിച്ച എനിക്ക് ഞാൻ എന്തെങ്കിലും ലൈഫിൽ ചെയ്താലും ഇല്ലെങ്കിലും എനിക്ക് ഈ കിട്ടുന്ന സുഖ സൗകര്യങ്ങൾ ഇപ്പോഴും എൻ്റെ ജീവിതത്തിൽ തന്നെ ഉണ്ടാവും, അതിലൊരു മാറ്റവും വരുന്നില്ല. അത്തരത്തിലുള്ളൊരു ചിന്ത അവർ തനിയെ തന്നെ അവരുടെ മനസ്സിലുണ്ടാവുകയും അവർക്ക് അവരുടെ ലൈഫിന് വേണ്ടിയിട്ട് പ്രത്യേകിച്ചൊന്നും ചെയ്യാൻ കഴിയാതെ പോവുകയും പറ്റുന്നു. അത് തന്നെയാണ് ഈ കുട്ടികൾക്ക് സംഭവിച്ചിട്ടുണ്ടാവുക. അപ്പൊ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ, ഒരു കാട്ടിലുള്ള ഒരു മൃഗം അല്ലെ, ഇപ്പൊ ഒരു കടുവയാകട്ടെ, ഒരു സിംഹമാകട്ടെ, അവൻ തൻ്റെ കുഞ്ഞിനെ അവൻ വേട്ടയാടാൻ പഠിപ്പിക്കുന്നു. ആ കുട്ടിയും വലുതാകുമ്പോൾ ഒരു പ്രായം വരെ മാത്രമേ ആ സിംഹത്തിന്റെ ഒരു പാരന്റിങ് അതിന് കിട്ടുന്നുള്ളൂ. ആ ഒരു പ്രായം കഴിഞ്ഞു കഴിഞ്ഞാൽ ഇത് അതിനെ തനിയെ ഇര തേടാൻ വിടും. ഈ കുട്ടിയായിട്ടുള്ള ഒരു കടുവയോ സിംഹമോ അത് പോയി തേടി ഇരയെ കണ്ടുപിടിച്ച് അവൻ വളരെ കഷ്ടപ്പെട്ട് പല പ്രാക്ടീസിലൂടെയും പല ട്രയൽ ആൻഡ് ഇററിലൂടെയും ഇതെല്ലാം ചെയ്ത് അവൻ തോറ്റ് പഠിച്ച് വീണ്ടും തോറ്റ് പഠിച്ച് ജയിച്ചു വരുന്ന ഒരുത്തനാണ്. അപ്പൊ അവന് തനിയെ ഇര നേടി അവനെ രക്ഷപ്പെടാനും അവന്റെ ലൈഫ് നിലനിർത്താനും അവന് കഴിയും. പക്ഷെ അതേസമയം നമ്മൾ സൂവിൽ വളർത്തുന്ന ഒരു കടുവക്കുഞ്ഞാണെങ്കിലോ, സൂവിൽ തന്നെ ജനിച്ചു വളർന്നവൻ, അവന് നേരം വെളുക്കുമ്പോൾ തന്നെ ഫുഡ് അവന്റെ മുന്നിൽ വരും. കൃത്യമായ സമയങ്ങളിൽ ഫുഡും വെള്ളവും അതുപോലെ ഡോക്ടർ ചെക്കപ്പും എല്ലാം നടന്ന് അവന്റെ എല്ലാ കാര്യങ്ങളും നടന്നു പോകുന്ന ഒരു കടുവയാവട്ടെ. അപ്പൊ അവിടെയൊക്കെ നിൽക്കുന്ന എന്താ പറയാ, ജീവനക്കാരുമായിട്ട് വളരെ പെറ്റായിട്ട് അവൻ എന്ത് ചെയ്യാൻ പറഞ്ഞാലും, തായ്ലാൻഡിലൊക്കെയുള്ള കടുവകളെ നിങ്ങൾ കണ്ടിട്ടുണ്ടല്ലോ, അവരെയൊക്കെ ട്രെയിൻ ചെയ്ത് വെക്കുന്നത്. അപ്പൊ അത്തരത്തിലൊരു ഫുഡ് കൊടുക്കുക അല്ലെങ്കിൽ അതിന് പാല് കൊടുക്കുക ഒക്കെ ചെയ്യുമ്പോൾ അവർ പറയുന്ന എല്ലാ കാര്യങ്ങളും ചെയ്ത് വളരെ സമാധാനത്തോടു കൂടിയും അതാണ് ലൈഫ് എന്ന് വിചാരിച്ച് ജീവിക്കുന്ന ഒരു കൂട്ടം അനിമൽസിനെ നമുക്ക് കാണാം സൂവിൽ. അപ്പോൾ എന്ത് തോന്നുന്നു, അങ്ങനെയാണോ നിങ്ങൾ നിങ്ങളുടെ കുഞ്ഞിനെ വളർത്താൻ ആഗ്രഹിക്കുന്നത്? എങ്കിൽ നിങ്ങൾ ആലോചിച്ചോളൂ, അത്തരത്തിലുള്ള കുട്ടികൾക്ക് സമാധാനവും സന്തോഷവും ജീവിതത്തിൽ കിട്ടുമായിരിക്കും. പക്ഷെ ഒരിക്കലും അവർക്ക് അവരാരാണ് എന്നുള്ള ഒരു തിരിച്ചറിവും അല്ലെങ്കിൽ അവരുടെ കഴിവിന്റെ മാക്സിമം പൊട്ടൻഷ്യലിലേക്ക് അവർക്ക് എത്താനോ ഒന്നും അവർക്ക് സാധിക്കുകയില്ല. അതിന് പറ്റിയ നല്ല എക്സാമ്പിളാണ് ഞാനിപ്പോൾ ഈ പറഞ്ഞത്. നമുക്ക് മറ്റൊരു എക്സാമ്പിൾ എടുക്കാം, ഫഹദ് ഫാസിൽ. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം അല്ലേ? അപ്പൊ ഈ ഫഹദ് ഫാസിൽ എന്ന് പറയുന്ന ഒരു മനുഷ്യൻ ആദ്യത്തെ സിനിമയിൽ അഭിനയിച്ചിട്ട് വളരെ നാണം കെട്ട് മോശമായി ഒരുപാട് ബുള്ളിങ് അനുഭവിച്ച് അഭിനയിക്കാനും അറിയില്ല, ഒന്നും അറിയില്ല എന്ന് പറഞ്ഞിട്ട് അത്തരത്തിലുള്ള ഒരു സിറ്റുവേഷനിൽ നിന്ന് അദ്ദേഹം നാട് വിട്ടു പോയതാണ് അല്ലെ. ഫാസിലിനെ പോലെയുള്ള ഒരു വലിയൊരു സംവിധായകന്റെ മകനായിട്ട് എന്തുകൊണ്ട് അദ്ദേഹത്തിന് ഇത്തരത്തിലുള്ള ഒരു വെല്ലുവിളി നേരിടേണ്ടി വന്നു? വലിയൊരു സ്റ്റാർ കിഡ് അല്ലേ. അപ്പൊ എന്തുകൊണ്ട് അവന് നല്ലൊരു സിനിമയിൽ അഭിനയിച്ച് അവന് മുന്നോട്ട് പോകാൻ പറ്റിയില്ല? കാരണം ആദ്യ സിനിമകൾ അദ്ദേഹം ചെയ്ത രീതി ശരിയായില്ല എന്നുള്ളത് കൊണ്ട് തന്നെയാണ്. ടാലന്റിനെ മാത്രമേ എല്ലായിടത്തും അക്സെപ്റ്റ് ചെയ്യപ്പെടുകയുള്ളൂ. ടാലന്റും അവർക്ക് അല്ലെങ്കിൽ ആ ടാലന്റ് ഇല്ലെങ്കിൽ അതിലേക്ക് നേടി അതിനു വേണ്ടിയിട്ടുള്ള പ്രാക്ടീസ് അവർ ചെയ്ത് അതിലേക്ക് എത്തിയാൽ മാത്രമേ അവർക്ക് അംഗീകരിക്കപ്പെടാൻ പറ്റുകയുള്ളൂ. അപ്പൊ അത്തരത്തിലുള്ള ഒരു സിറ്റുവേഷൻ. എന്നിട്ട് ഫഹദ് ഫാസിൽ എന്താ ചെയ്തത്? അദ്ദേഹം ഇതിനു വേണ്ടി പഠിക്കാൻ തയ്യാറായി. അദ്ദേഹത്തിന്റെ ജീവിതം മാറ്റിവെച്ച് ഇതിനു വേണ്ടി പഠിച്ച് കുറച്ച് വർഷങ്ങൾ എടുത്തൊരു തിരിച്ചു വരവ് നടത്തി. ഇപ്പോഴെന്താ, ഒരു പിച്ചക്കാരനായിട്ട് അഭിനയിക്കാൻ പറഞ്ഞാലും അതുപോലെ തന്നെ ഒരു വലിയൊരു മൾട്ടിനാഷണൽ കമ്പനിയുടെ CEO ആയിട്ട് അഭിനയിക്കാൻ പറഞ്ഞാലും അദ്ദേഹം വളരെ ഈസി ആയിട്ട് ചെയ്യും. അത് ഇത്രയും കാലം കൊണ്ട് അദ്ദേഹം ചെയ്ത കഥാപാത്രങ്ങളിൽ നിന്ന് നമുക്ക് സുപരിചിതമായി നമുക്ക് അറിയുന്ന ഒരു കാര്യമാണ് അല്ലേ. അപ്പൊ അത് എങ്ങനെയാണ് അദ്ദേഹത്തിന് കിട്ടിയത്? പ്രാക്ടീസ്, അല്ലെങ്കിൽ തനിക്ക് ഉള്ള പൊട്ടൻഷ്യൽ പുറത്ത് കൊണ്ടുവരണം, അല്ലെങ്കിൽ അത് എനിക്ക് നേടിയെടുക്കണം എന്നുള്ളൊരു കാര്യം. അപ്പൊ അതിനുവേണ്ടി എത്രത്തോളം അയാളുടെ പാരൻസ് അയാളെ സഹായിച്ചു എന്നുള്ളതാണ്. അത് പഠിക്കാൻ വേണ്ടി ഒക്കെ ആയിട്ട് ആദ്യമേ തന്നെ ഇല്ല നീ ഭയങ്കര മിടുക്കനാ, നീ ഇങ്ങനെയൊക്കെ ചെയ്താൽ മതി എന്ന ആവശ്യമില്ലാത്ത പ്രോത്സാഹനം നടത്തി അവനെ വിട്ടുവെന്നെങ്കിലോ തീർച്ചയായിട്ടും ഈ ഒരു സക്സസ്ഫുള്ളിലേക്ക് അദ്ദേഹം എത്തുമായിരുന്നോ? ഒരിക്കലുമില്ല. അത് തന്നെയാണ് നിങ്ങൾ ഇവിടെ ചിന്തിക്കേണ്ടത്. അപ്പോൾ ഒരു അമിതമായ പ്രതീക്ഷയും ഒരു താരതമ്യപ്പെടുത്തലും ഇത്തരത്തിലുള്ള നെപ്പോ കിഡ്സിന് തീർച്ചയായിട്ടും ഉണ്ടാവും. അപ്പൊ അത് മറികടന്ന് എന്തുകൊണ്ടാണ് അവർക്ക് പ്രത്യേകിച്ച് അവർ വേണം അല്ലെ, ഒരു തുടക്കക്കാരനായതുകൊണ്ടിട്ട് തീർച്ചയായിട്ടും അവർക്ക് ഒരുപാട് ബുള്ളിങ്ങും ഒരുപാട് മോശമായിട്ടുള്ള സംസാരങ്ങളും അവർക്ക് തീർച്ചയായിട്ടും ഉണ്ടാവും. ഇന്ന ആളുടെ മകനായിട്ട് ഇവൻ ഇത്രയേ ഉള്ളൂ എന്നുള്ള രീതിയിൽ. പക്ഷെ ഇതിനെയൊക്കെ തരണം ചെയ്ത് അവൻ മുന്നോട്ട് അവന്റെ പൊട്ടൻഷ്യലിലേക്ക് വർക്ക് ചെയ്താൽ മാത്രമേ അവൻ അവിടെ ഒരു സക്സസ്ഫുൾ ഉണ്ടാവുകയുള്ളൂ.
അതുപോലെ തന്നെ സച്ചിൻ ടെണ്ടുൽക്കർ ആയാലും ഷാറൂഖ് ഖാൻ ആയാലും ഒരുപാട് കഷ്ടപ്പെട്ട് വിശപ്പിന്റെ വിലയറിഞ്ഞ് ഒരുപാട് അലഞ്ഞു നടന്ന് അവർ ഇന്നെത്തിയ ഈ ഒരു പൊസിഷനിലേക്ക് എത്തി നിൽക്കുന്നവരാണ്. എന്നാൽ അവരുടെ മക്കളോ ഇതിനെക്കുറിച്ച് എന്തെങ്കിലും അവർക്ക് അറിയേണ്ടതുണ്ടോ? വളരെ സ്റ്റാർ കിഡ്സ് ആയിട്ട് അവർ ജനിച്ചവരാണ്. ജീവിതത്തിൽ എന്താണ് ബുദ്ധിമുട്ട് എന്ന് പോലും അവർ അറിഞ്ഞിട്ടുണ്ടാവില്ല. അവരൊരു കംഫേർട്ട് സോണിൽ വളരുന്നവരാണ്. ഒരു സാധാരണ കുടുംബത്തിലെ ഒരു കുട്ടിക്ക് ഒരു ക്രിക്കറ്റ് കിറ്റ് കിട്ടുക എന്ന് പറയുന്നത് അവൻ്റെ ഒരു സ്വപ്നമായിരിക്കാം. എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്, എൻ്റെ ഹസ്ബൻഡ് ഇടയ്ക്ക് പറയാറുണ്ട്, എന്നുവെച്ചാൽ ആൾക്ക് ക്രിക്കറ്റ് വളരെ ഇഷ്ടമായിരുന്നു, കളിക്കാൻ താല്പര്യവും ഉണ്ടായിരുന്നു, കഴിവും ഉണ്ടായിരുന്നു. എന്നാൽ ആൾക്ക് വെച്ചാൽ ഈ ഒരു സെലക്ഷൻ വെച്ചാൽ അവിടുത്തെ ഒരു ക്ലബിൽ കളിക്കാനുള്ള സെലക്ഷൻ പ്രോസസ്സിൻ്റെ ഇടയ്ക്ക് അപ്പോൾ അവന് ക്രിക്കറ്റ് കിറ്റ് വേണം എന്നുള്ളത് അമ്മയോട് വീട്ടുകാരോട് പോയി പറഞ്ഞപ്പോൾ ആ ഒരു സാഹചര്യത്തിൽ ചിലപ്പോൾ മേടിച്ചു കൊടുക്കാൻ പറ്റിയില്ല. അന്നൊക്കെ ക്രിക്കറ്റ് കിറ്റിന് അത്രത്തോളം വിലയും ഒക്കെ ഉള്ളതാണല്ലോ. അപ്പോൾ അന്നത് മേടിച്ചു കൊടുക്കാൻ പറ്റില്ല. അപ്പോൾ ഇന്നും പുള്ളിക്കാരൻ അതിൻ്റെ ഒരു വിഷമം മനസ്സിലുണ്ട് എന്ന് പറയാറുണ്ട്. അപ്പോൾ ഇത്തരത്തിലുള്ള ഒരു സിറ്റുവേഷൻസ് പല കുടുംബങ്ങളിലൂടെയും കടന്നു പോയിട്ടുണ്ടാവും ഇല്ലേ? അപ്പോൾ അത്തരത്തിലൊരു ക്രിക്കറ്റ് കിറ്റ് മേടിക്കാൻ പോലും ബുദ്ധിമുട്ടുണ്ടാവുന്ന ഒരു കുടുംബം, ചിലപ്പോൾ അവിടെ നിന്ന് അവൻ എങ്ങനെയെങ്കിലും അത് നേടിയെടുത്ത് ഒരു ശ്രമം നടത്തി പ്രകടനം കാഴ്ചവെച്ച് അങ്ങനെ ഇന്ത്യൻ ടീമിൽ കളിക്കുന്ന എത്ര പേരുണ്ട്? ഒരുപാട് പേരുണ്ട് ഇല്ലേ? അപ്പോൾ അത്രയും ബുദ്ധിമുട്ടറിഞ്ഞ് അവൻ്റെ ടാലന്റ് കൊണ്ട് മാത്രം മുന്നേറി വന്നവർ ഒരുപാട് പേരുണ്ട്. അപ്പോൾ ഇത്തരത്തിലുള്ളൊരു നെപ്പോ കിഡ്സ് അവരുടെ ഒരു എന്താ പറയുക സ്റ്റാർഡം മാത്രം കൊണ്ടിട്ട് ഒരിക്കലും അവർ മുന്നേക്ക് പോവില്ല. അവർക്ക് ആ പൊട്ടൻഷ്യൽ മുന്നോട്ട് കൊണ്ടുപോകാൻ താല്പര്യമുണ്ട്. അതിനുവേണ്ടി അവർ വർക്ക് ചെയ്താൽ മാത്രമേ ഇതെല്ലാം മുന്നോട്ട് നടക്കുകയുള്ളൂ. അപ്പോൾ ഇതിലൊക്കെ പാരന്റിങ് വളരെ വലിയൊരു ഫാക്ടറാണ്. നിങ്ങൾ ഒരു ബാഡ് പാരന്റിങ് എന്ന് നമുക്ക് ഒരിക്കലും ഇതിനെ വിളിക്കാൻ കഴിയില്ല. എല്ലാവരും വിചാരിക്കുന്നത് എന്താണ്? നമുക്ക് ലഭിക്കാതെ പോയത് നമ്മുടെ കുട്ടികൾക്ക് കിട്ടണം എന്നുള്ളതാണ്. പക്ഷെ നിങ്ങൾ എപ്പോഴും ഒന്ന് ആലോചിച്ച് നോക്കൂ, നമ്മൾ കൊടുക്കുന്ന സൗകര്യങ്ങൾ ഒരിക്കലും നമ്മുടെ കുട്ടികളുടെ വളർച്ചയ്ക്കൊരു വില്ലനാകരുത്. നമ്മൾ അവർക്ക് കൊടുക്കുന്ന കാര്യങ്ങൾ അവരുടെ വളർച്ചയ്ക്ക് ശരിക്കും ഒരു ഫ്യൂവൽ ആവുകയാണ് ചെയ്യേണ്ടത്. ഒരിക്കലും അത് അവരുടെ വളർച്ചയെ തളർത്തുന്നതായിരിക്കരുത്. അവർ എന്ത് ചെയ്താലും ചെയ്തില്ലെങ്കിലും എനിക്കിതെല്ലാം കിട്ടുന്നുണ്ട്, ഈ സൗകര്യങ്ങളെല്ലാം കിട്ടുന്നുണ്ട് എന്നുള്ളൊരു തോന്നൽ അവർക്ക് ഉണ്ടായിക്കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി അവർ ചെയ്യുന്ന കാര്യങ്ങളെല്ലാം കുറഞ്ഞു തന്നെ പോകും. അവർ പ്രത്യേകിച്ച് ഒരു കാര്യങ്ങളും ട്രൈ ചെയ്യത്തില്ല. സൂയിലെ ആനിമൽസ് ചെയ്യുന്നത് പോലെ അവർ എന്ത് ചെയ്താലും അവർക്ക് ഹണ്ട് ചെയ്യേണ്ട ആവശ്യമുണ്ടോ? അവർക്ക് ചുമ്മാ കിടന്നാൽ മതി, അവർക്ക് കറക്റ്റ് നേരത്തെ ഫുഡ് കിട്ടും അല്ലേ? അപ്പോൾ നിങ്ങൾ ഇന്ന് തന്നെ ഒരു കാര്യം ഒന്ന് ആലോചിച്ച് നോക്കൂ. നിങ്ങളുടെ കുട്ടികൾക്കോ അല്ലെങ്കിൽ നിങ്ങൾക്കോ എന്തെങ്കിലും ഇത്തരത്തിലുള്ള നിങ്ങളുടെ ജീവിതത്തിലെ ഒരു സൗകര്യങ്ങൾ നിങ്ങൾക്കൊരു പ്രശ്നമായിട്ട് ശരിക്കും വന്നിട്ടുണ്ടോ? അല്ലെങ്കിൽ നിങ്ങളുടെ കുട്ടികൾക്ക് നിങ്ങൾ കൊടുക്കുന്ന ഒരു ഓവറായിട്ടുള്ള ഒരു കെയറിങ്ങും ഓവറായിട്ടുള്ള കുറച്ച് സൗകര്യങ്ങളും അവരുടെ കഴിവിനെ കുറയ്ക്കുന്നുണ്ടോ? പറഞ്ഞ കാര്യങ്ങൾ അപ്പം തന്നെ നേടിക്കൊടുക്കുക, അത് അപ്പം തന്നെ മേടിച്ചു കൊടുക്കുക എന്നൊക്കെ ഉള്ള ഒരു കാര്യങ്ങൾ കുട്ടികൾക്കൊന്നും ചെയ്യരുത് എന്നല്ല ഞാൻ പറയുന്നത്. അവർക്ക് ആവശ്യമുള്ള രീതിയിൽ ചെയ്യുക, അവർക്ക് അത്യാവശ്യമുള്ള കാര്യങ്ങൾ ചെയ്യുക, അവർക്ക് ഓവറായിട്ടൊന്നും നിങ്ങൾ ചെയ്യാതിരിക്കുക. അപ്പം ഇങ്ങനെയൊക്കെ നിങ്ങൾ ചെയ്യുന്ന കാര്യങ്ങൾ ഒന്ന് വിലയിരുത്തി നോക്കൂ. ഈ കാര്യങ്ങൾ ശരിക്കും അവനിപ്പോൾ ആവശ്യമാണോ? അവനൊരു 18 വയസ്സാകുമ്പോൾ തന്നെ ഒരു ബൈക്ക് വേണം എന്ന് പറയുന്നു, ആവശ്യമുണ്ടോ? ഒന്ന് ചിന്തിച്ച് നോക്കൂ അല്ലേ? അപ്പോൾ ഒരു 10 വയസ്സാകുമ്പോഴേ എനിക്ക് ഗെയിം കളിക്കാൻ ഒരു മൊബൈൽ ഫോൺ വേണം എന്ന് പറയുന്നു, ചിന്തിച്ച് നോക്കൂ. അപ്പോൾ ഓരോ പ്രായത്തിലും അവർക്ക് ആവശ്യമുള്ള കാര്യങ്ങൾ മാത്രം ചെയ്തു കൊടുക്കുക, അവർക്ക് പറഞ്ഞു കൊടുക്കുക എന്താണ് അവരുടെ ലൈഫിൽ അവർക്ക് ചെയ്യേണ്ടത്, എന്താണ് അവരുടെ പൊട്ടൻഷ്യൽ എന്നുള്ളത് കുട്ടികൾക്ക് മനസ്സിലാക്കി കൊടുക്കുക. അപ്പോൾ ഈ ഒരു കാര്യങ്ങൾ നിങ്ങൾ വിലയിരുത്തി നോക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് ഇതിൽ നല്ലൊരു ഐഡിയ കിട്ടും. നിങ്ങളുടെ കുഞ്ഞിൻ്റെ ആവശ്യങ്ങൾ എന്താണെന്നും അവരെ നമുക്ക് എത്രത്തിൽ നമുക്ക് വളർത്തിക്കൊണ്ട് വരാം, എത്ര പൊട്ടൻഷ്യലാണ് അവർക്കുള്ളത് എന്ന്. അപ്പോൾ നിങ്ങൾ തീർച്ചയായിട്ടും ചിന്തിക്കുക. വിജയം എന്ന് നമ്മൾ പറയുന്നത് ഒരിക്കലും പണമോ അല്ലെങ്കിൽ പ്രശസ്തിയോ പാരൻസിൻ്റെ മറ്റ് പ്രശസ്തിയോ അല്ലെങ്കിൽ ഒരു കാര്യവും കൊണ്ടല്ല. തീർച്ചയായിട്ടും ടാലൻറ്റും അല്ലെങ്കിൽ അവൻ്റെ പൊട്ടൻഷ്യൽ വളർത്തിയെടുക്കാനുള്ള അവൻ്റെ കഴിവും അതിനുവേണ്ടി വർക്ക് ചെയ്യാനുള്ള അവൻ്റെ ഒരു ത്വരയുമാണ്. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങളുടെ കുട്ടികളിൽ അത്തരത്തിലുള്ള ഒരു ത്വര നിങ്ങൾ ഉണ്ടാക്കിയെടുക്കുക. അവരെ നമുക്ക് നല്ല രീതിയിൽ സക്സസ്ഫുള്ളായിട്ട് തന്നെ നമുക്ക് കാണാൻ കഴിയും. അപ്പോൾ ഇത്തരത്തിലുള്ള വീഡിയോസിനായും പാരൻറ്റിങ് ടിപ്സിനായും സെലിബ്രിറ്റീസിന് വരുന്ന ചില പാരൻറ്റിങ് പിഴവുകൾ നമ്മുടെ ജീവിതത്തിൽ വരാതിരിക്കാനുമൊക്കെ എൻ്റെ വീഡിയോസ് കൃത്യമായി കാണുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, നിങ്ങളുടെ കൂട്ടുകാർക്കായി സെൻഡ് ചെയ്ത് കൊടുക്കുക.